വിദ്യാഭ്യാസമില്ല, ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല, ഞാൻ മുക്കുവനാ. ഞാൻ 9ാമത്തെ വയസ്സ് തൊട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ കടലിൽ. ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റെ പേര് BIJ എന്ന് എഴുതാൻ അറിയത്തില്ല. എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്നൊന്ന് പറയണേ. അപ്പൊ അവൻ പറയും, ഇത് എറണാകുളത്തോട്ടുള്ള ബസ്സാ. അങ്ങനെയാ കയറുന്നേ. മുഴുവിക്കനായിരുന്നു, മുഴുവിക്കൻ. വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്തെ തോളയിട്ട് ഷഡ്ഡിയുമിട്ട് നടുറോട്ട് കിടന്നപ്പോൾ ഒരു പാസ് എന്റെ കൈക്ക് പിടിച്ച് പൊക്കിയതാ. നിക്ക് കേക്ക്, അവിടെ നിന്ന് എന്നെ പൊക്കിയതാ. എന്റെ നാട്ടിൽ വന്നൊരു പാസ്, ആദ്യമായി പാസ് സുവിശേഷ വിലക്ക് വന്നു. ആ ദൈവദാസന്റെ വീട് 7 ലിറ്റർ പെട്രോളും 18 പാളി പടക്കവും ഗുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ. പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു ദൈവം. ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി, പ്രാർത്ഥിച്ചു. എന്റെ ശരീരത്തുനിന്ന് ദുരാത്മാക്കൾ ഇറങ്ങി. പക്ഷെ എന്നോട് ഒരാൾ എടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് എടാന്ന് ചോദിച്ച് അവനെ തല്ലാതെ ഞാൻ പോരത്തില്ല. കണ്ണൂർ ജയിലിലിട്ട് ഈ ശരീരം മുഴുവൻ പോലീസുകാർ കയറി ഇറങ്ങിയതാ. ഇതിനകത്തൊരു നല്ലെല്ലില്ല, അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ. പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി. യേശുവിനെ കുറിച്ച് പറഞ്ഞാ, യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. 94 യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ടു, യേശുവിന്റെ ക്രൂശ് മരണം. ആ കാഴ്ച കണ്ട് നാടെ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. ഈ കൈ കൊണ്ട് 3 പ്രാവശ്യം എൻ്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു. ഒരു പ്രാവശ്യം അപ്പൻ ചത്തു, ബോധം പോയി, താഴെ വീണു, അനക്കമില്ല, നാടുവിട്ടു. രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വിളിച്ചു, പറഞ്ഞ ചത്തട്ടില്ലടാ, നിന്റെ അപ്പം മടങ്ങി വാ. 5 ചേട്ടന്മാരുടെ വിവാഹം നടന്നു, എന്നെ അറിയിച്ചില്ല. അത്രയും പോക്ക് കേസ്. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ തൊട്ടു. ഒരു ഹല്ലേലൂയ പറ. ഞാൻ പറയാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കുമ്പോ എന്തിനാണോ ഇത്രയും ചാടുന്നത്? എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൽ ഇത്രയും ചാടിയാ പോരാ. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ കാരുണ്യം ഓർത്തോ ഇത്രയും ശക്തമിട്ട് പോരോ. ഇതിനകത്ത് തുള്ളി ചാടണം. ഹല്ലേലൂയ. അമ്മേ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഓടി വീട്ടിൽ പോയി. അപ്പനോട് ക്ഷമ പറഞ്ഞു, അമ്മയോട് ക്ഷമ പറഞ്ഞു. 8 ചേട്ടന്മാരും 2 ചേച്ചിമാരും ഉണ്ട്. ഞാൻ ഏറ്റവും ഇളയതാ. ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ. പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു. പാസ്റ്ററിനെ, അഭിഷിതനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാടാ? എനിക്ക് 5 മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം. പക്ഷെ ഞാൻ വിക്കനാ, എനിക്കിത് വായിക്കാൻ അറിയില്ല. പാസ്റ്റർ പറഞ്ഞു, മോനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ദൈവം നിറക്കും. പാസ്റ്റർ ഇതൊക്കെ സത്യമാണോ? സത്യമാണോ? ടെസ്റ്റ് ചെയ്യടാ. എൻ്റെ വീടിൻ്റെ 2 സൈഡും തെങ്ങിൻ തോപ്പാ. രാത്രി 12 മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങി. ഒരു തെങ്ങിൻ തടി വെട്ടിയിട്ടിട്ടുണ്ട്. ആ തെങ്ങിൻ തടിയിലോട്ട് അങ്ങ് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ, പക്ഷേ എനിക്ക് അങ്ങയെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങയെ കുറിച്ച് 5 മിനിറ്റ് ആരോടെങ്കിലും പറയണം. ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ. അച്ഛാ, ഞാൻ എഴുന്നേറ്റ് നിന്നു. അച്ഛാ, ഒരു കാറ്റ് എൻ്റെ മേൽ അടിച്ചട്ടെ, എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് താഴെ കിട്ടും. എൻ്റെ കാല് തീ പിടിച്ചു, എൻ്റെ കൈകളെ തീ പിടിച്ചു.
ആ പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്. അന്ന് എൻ്റെ നാവിൻ്റെ കെട്ട് പൊട്ടിയതാ. ഇന്ന് വരെ വിക്കിയിട്ടില്ല, ഇന്ന് വരെ വിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എൻ്റെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവമോ, എൻ്റെ ദൈവം സൗഖ്യദായകനോ. ചതഞ്ഞ ഓട ഓടിക്കാത്തവർ പുകയുന്ന തിരികെ. അമ്മേ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. അച്ഛാ, എന്നോട് ആര് പറയുന്നു ഓടിച്ചെന്ന് ബൈബിൾ വായിക്കാൻ? ഞാൻ വീട്ടിൽ ചെന്നു, ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്നു. പുറപ്പാട് 3-ാം അധ്യായം കിട്ടി. പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി. അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. എന്റെ കൂടെ വെള്ളമടിച്ചവനും കഞ്ചാവടിച്ചവനും ഒക്കെ ഞാൻ മുക്കി. സ്വതന്ത്രം. ആ ഫോട്ടോ വെച്ച് ഏകദേശം 5600 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. സ്വതന്ത്രം. ഫോട്ടോ വെച്ച് ഫോട്ടോ വെച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച് നിൽക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡെന്ന് പേര് മാറ്റി. കേരളത്തിന്റെ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇന്ന് പകലിൽ ഈ പുസ്തകം പിടിച്ച് കിഴവിക്കഥ പ്രസംഗിക്കാൻ വന്നതല്ല, അനുഭവത്തിലാണ് പറയുന്നത്. ഈ അഭിഷേകത്തെ നിറഞ്ഞ്, ഈ ദൈവശക്തി വ്യാപിച്ച്, ഈ ദൈവകൃപയായി വന്ന് ആള് മാറിയതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ആ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ആ കൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ 12-ാമത്തെ ദിവസം ആരും വെറുങ്ങയോടെ പോവില്ല. ഇനി നിങ്ങൾ പറ, ഞാൻ ചാടണോ ഓടണോ തുള്ളണോ? ഒരിക്കലും പൗലോസ് നിജപുത്രനെന്ന് വിളിക്കാൻ പാടുള്ളതല്ല. കാരണം പൗലോസും തിമോത്തിയോസും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, അല്ലേ? പൗലോസ് എവിടെ കിടക്കുന്നു, തിമോത്തിയോസ് എവിടെ കിടക്കുന്നു? എന്നിട്ടും കൂട്ടുവേലക്കാരൻ എന്ന് വിളിക്കാൻ കാണിച്ച ആർജവത്വത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അച്ഛാ, ഇതിലൊക്കെ തിടിയേണ്ടത് പുറത്തെ ചുമരല്ല, അകത്തെ ചുമരിടിയണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കറുത്തവനെ കണ്ടാൽ തോളെ കൈയിടാനും, കഴിവില്ലാത്തവനെ കണ്ട കൂട്ടുപിടിക്കാനും, ഗുണവും മണവും പണവുമില്ലാത്തവനെ കണ്ട സഹോദരൻ എന്ന് വിളിക്കാനും പെന്തക്കോസ്തിനകത്തൊരു ആർജവത്വം ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കട്ടിലല്ല എന്റെ കൂടെ എന്നെ കൂടെ കിടത്തുന്നേ. പാസ് ആൻറ്റി ഇപ്പുറത്ത് കിടക്കും, പാസ് ഇവിടെ കിടക്കും, ഞാൻ ഈ സൈഡിൽ കിടക്കും. അങ്ങനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാ ഇന്ന് ഇവിടം വരെ എത്തിയത്. ചേർത്ത് പിടിക്കാൻ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ വളർത്താൻ ഒരു ദൈവമുണ്ട്. കഴിവില്ലാത്തവനെയും കഴിവ് കുറഞ്ഞവനെയും നിറമുള്ളവനെയും നിറമില്ലാത്തവനെയും എല്ലാത്തിനും ചേർത്ത് പിടിക്കാൻ ഈ സഭ തയ്യാറാണെങ്കിൽ ഇതിനകത്തുനിന്ന് ശക്തന്മാർ പുറത്തു വരും. ഒരു തിമോത്തിയോസും പൗലോസും തമ്മിലുള്ള അവസാനത്തെ ബന്ധം എന്താണെന്നറിയാമോ? പൗലോസ്ലീഗ റോമൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോ ആരെങ്കിലും പൗലോസിനെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അത് തിമോത്തിയോസ. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ലെറ്റർ എഴുതി, എന്റെ പൊന്നുമകനെ തിമോത്തിയോസേ, ഓടിവാടാ, അപ്പന് തണുപ്പോണ്ട് വയ്യടാ, പോരുമ്പോളേ ആ ചർമ്മലിഖിതം പുതപ്പും കൂടി കൊണ്ടുവരണേ, അസാധാരണ തണുപ്പാ മോനെ, കൃപയാൽ ആ തടവറയും അതുമൊക്കെ പോയി കാണാൻ എനിക്കുമൊക്കെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. സഹിക്കില്ല,
കൊച്ചി ഭാഷ പറഞ്ഞ പെറ്റ തള്ള സഹിക്കത്തില്ല. ആ തടവറയൊക്കെ നിങ്ങൾ കണ്ടാൽ കടൽത്തീരത്ത് നിന്നും 10-21 മീറ്റർ മാത്രമേ ഉള്ളൂ ഭാഷേ. ആമൻ കരയിൽ നിന്നും ആമൻ ഭൂമിയുടെ ലെവലിൽ നിന്നും പാറയുടെ അടിയിലേക്ക് വെട്ടിയെടുത്ത ആ തടവറ ഇന്നും ഉണ്ടവിടെ. ഇതുപോലെ വെന്റിലേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടൽ കാറ്റടിച്ചിറങ്ങി വരുന്ന മഞ്ഞുണ്ടല്ലോ, ആ ഗുഹക്കകത്തേക്ക് വന്നു വീഴുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രന്മാർ പോലും അസ്ഥി കോച്ചുന്ന തണുപ്പത്തും മരിച്ചു വീഴും. അവിടെ കടന്നുകൊണ്ട് പൗലോസ് ഒരു കല്ലുരുട്ടി സൂര്യൻ തലക്ക് മീതെ വരുമ്പോൾ ആ വെളിച്ചത്തിൽ ലേഖനം എഴുതി, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞു. അവിടെ കടന്നുകൊണ്ട് ലേഖനം എഴുതി തിമോത്തിയോസിന്. തിമോത്തിയോസ് വേഗം വാ. തിമോത്തിയോസ് വന്നു മക്കളെ, വന്നു. ഒരു വൈകിട്ട് 4-5 ഇടക്ക് റോമൻ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ തിമോത്തിയോസ് എത്തി. പാറാവുകാരനോട് പറയുന്നു, സാർ എന്നെ അകത്ത് പോകാൻ സമ്മതിക്കണം. ആരെയാ കാണേണ്ടത്? എനിക്ക് പൗലോസ് എന്ന മനുഷ്യനെ കാണണം. നിന്റെ പേരെന്താ? എന്റെ പേര് തിമോത്തിയോസ്. പാറാവുകാരൻ ചോദിച്ചെന്നാ പറയുന്നത്, നിന്റെ പേരാണോ തിമോത്തിയോസ്? അതെ. സാറിന് എങ്ങനെ അറിയാം? എനിക്കറിയാം നിന്നെ. എല്ലാ ദിവസവും രാത്രി ആ തടവറയുടെ ചുറ്റും ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് വേണ്ടി ചുറ്റി നടക്കുമ്പോൾ ആ തടവറക്കകത്തുനിന്നൊരു ശബ്ദം കേൾക്കാമായിരുന്നു, എന്റെ ദൈവമേ, എന്റെ മകൻ തിമോത്തിയോസിനെ അങ്ങ് ശക്തീകരിക്കണേ. അവന് യൗവനക്കാരനാണ്, അവന്റെ യൗവനമാരും തുച്ഛീകരിക്കരുത്, അവൻ വീണു പോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തിമോത്തിയോസെ, ആ തിമോത്തിയോസ് അല്ലേ നീ? പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ട പാറാവുകാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം. അല്ല, നീ വന്നതെന്തിനാ? എനിക്ക് ആ പൗലോസിനെ കാണണം. പാറാവുകാരന്റെ അടുത്ത മറുപടി, തിമോത്തിയോസെ, നീ വന്നത് വൈകിപ്പോയി. എന്നാ പറ്റി? നീ വന്നത് താമസിച്ചു പോയി. ഇന്നലെ വൈകിട്ട് 3-3:30 ഇടക്ക് ഇവിടത്തെ ഒരു പൊതു മാർക്കറ്റിൽ വെച്ച്, ഒരു പൊതു ചന്തയിൽ വെച്ച് നീ പറയുന്ന നിന്റെ അപ്പനായ പൗലോസിനെ ഒരു കല്ലിൽ കൊണ്ടുപോയി തലവെച്ച് ആരാച്ചാർ മിന്നിത്തിളങ്ങുന്ന ആ വാളിനാൽ നിന്റെ അപ്പന്റെ തല വെട്ടി മാറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന പൗലോസ് ഉണ്ടല്ലേ, അതെ, ആ മനുഷ്യന്റെ തല വെട്ടുമ്പോൾ ആ മനുഷ്യൻ 2 കാര്യം ചെയ്തു. 1, മുഖം മൂടുന്ന തുണിയിട്ടില്ല. 2, കൈ പുറകിൽ കെട്ടിയില്ല. കൈ രണ്ടും സ്വയം പുറകിൽ കെട്ടി തല കൊണ്ടുവന്ന് കല്ലിൽ താഴ്ത്തി വെച്ച് ചിരിച്ച മുഖത്തോടെ പ്രാർത്ഥനയോടെ തല കാട്ടിക്കൊടുത്തു. ആരാച്ചാർക്ക്? അവനാണ് നിന്റെ അപ്പൻ. പൗലോസിനെ മരിച്ചു എന്ന് കേട്ട ഉടനെ തിമോത്തിയോസിന്റെ കയ്യിലിരുന്ന പാണ്ടക്കെട്ട് താഴെ വന്ന് ഉരുണ്ടുപോയെന്ന് ചരിത്രം പറയുന്നു. അതാണ് തിമോത്തിയോസ്. ആ തിമോത്തിയോസിനോട് ഈ 2-ാം അധ്യായത്തിൽ 7 ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു. തിമോത്തിയോസേ, നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി ചെറുതല്ല. നിന്റെ മേലൊരു വിളിയുണ്ട്. നീ അസാധാരണ വിളിയുള്ളൊരു മനുഷ്യനാ. ഈ കാലഘട്ടത്തിൽ നീയായി മാറണമെങ്കിൽ, നിന്റെ മേൽ അഭിഷേകം ശക്തമാകണമെങ്കിൽ, കുഞ്ഞെ, നിന്റെ വിളി എന്തെന്ന് നീ മനസ്സിലാക്കണം. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഞാന് ഈ ഭാഗം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കും. ഒന്ന് പറയാം, തിമോത്തിയോസിനോട് പറഞ്ഞ 7 ക്രിസ്ത്യൻ കോളിംഗ് ആണ് 2-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യം. ദൈവമക്കളെ, നാം നമ്മുടെ വിളി മനസ്സിലാക്കിയാൽ ആളും മാറും. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? നിങ്ങളെയും എന്റെയും വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഒരു ഹല്ലേലൂയക്ക് വ്യത്യാസം വരും. മനസ്സിലായില്ലല്ലേ? ഞാനും നിങ്ങളും ആരാന്ന് നമ്മുടെ മേലെ വിളി എന്താന്ന് മനസ്സിലായാൽ ഒറ്റ ഹല്ലേലൂയ മതി, അതിനകത്തൊരു ജീവൻ വ്യാപരിക്കും. 2 കാര്യം കൂടി പറയാൻ സമയമുള്ളൂ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണം ആരംഭിച്ചപ്പോ, ക്രിസ്ത്യാനിറ്റി ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പിടിച്ചൊതുക്കണം, പിടിച്ചു കെട്ടാൻ കാര്യങ്ങൾ കണക്കൂട്ടി ചെയ്യുമ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, വെയിറ്റ്, ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊന്ന് പഠിക്കട്ടെ.
പഠിച്ചു വന്ന മനുഷ്യൻ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അവർ ഉറങ്ങുന്ന സിംഹമാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്ത്യയുടെ ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ട പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ്: ക്രിസ്ത്യാനിയെ ഉണർത്തരുത്, അവൻ ഉറങ്ങുന്ന സിംഹമാ. അവർ ഉറങ്ങിക്കോട്ടെ, ഉറങ്ങിക്കോട്ടെ. അവരെഴുന്നേറ്റാ ഗർജിക്കും, അവരെഴുന്നേറ്റാ ഗർജിക്കും. അവർ ഗർജിക്കാൻ തുടങ്ങിയാൽ പലതും നാളത്തിനകത്ത് കയറേണ്ടി വരും. ഇന്ന് മുതൽ ഈ പ്രയർ സെന്ററില് ദൈവസഭ തിരിച്ചറിയുക: ക്രിസ്ത്യാനിറ്റി കഴുതയെന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി അലറുന്ന സിംഹമാണ്. നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഫോട്ടോ വെച്ചിക്ക്. നമ്മുടെ ചർച്ച നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി അറിയാലോ? മട്ടാഞ്ചേരിയില. കത്തി വെച്ചു, കൊല്ലാൻ നോക്കി, ആലയം കവർച്ച ചെയ്തു. പക്ഷെ അവിടെ തന്നെ ദൈവം നിർത്തി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പൗലോസിന്റെ റോമാലേഖനത്തിലെ ചോദ്യം 8:31, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഒരല്ലല്ലോ ഉറക്കെ പറ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ഒരു മനുഷ്യനുമില്ല. അവിടെ തന്നെ ദൈവം നമ്മൾ നിർത്തി. നമ്മുടെ വിളി മനസ്സിലാക്ക്. ഇന്ന് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എലക്ഷൻ നിൽക്കുന്ന മുമ്പ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പള്ളി വന്ന. മട്ടാഞ്ചേരിയിലെ സകല മുസ്ലിങ്ങളും ബോട്ടും ഷിപ്പും അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടൊക്കെ ഉള്ളവരാ. അവരുടെ എല്ലാ ഫിഷിംഗ് ബോട്ടും മട്ടാഞ്ചേരി പ്രാർത്ഥിച്ചിറക്കുന്നത് കൃപയാ. ഞാനാ. എന്റെ ഫ്രിഡ്ജിനകത്ത് ചെമ്മീനും മീനും നെയ്മീനും വെക്കാൻ സ്ഥലമില്ലച്ചാ. കാരണം ബോട്ട് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഞാനാ. പോയി കിട്ടി ആദ്യം മീൻ കൊണ്ടുവന്ന് നിറയുന്നത് എന്റെ ഫ്രിഡ്ജിനകത്താ. ദൂത് മനസ്സിലായില്ലേ? എന്റെ വിളി എന്താന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ പറയണം, ചിലത് സംഭവിക്കണമെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ അറിയുക, നിങ്ങളുടെ വിളി നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളുടെ വിളി സാധാരണ വിളിയല്ല. അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ 34-35 വയസ്സിനകത്ത് മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ച മനുഷ്യൻ. എന്താ ഇയാൾ ഇങ്ങനെ വെല്ലുവിളിച്ചേ? കേൾക്കണോ? ഈ പ്രായമുള്ള, ഈ മോളുടെ പ്രായമുള്ള സമയത്ത് അലക്സാണ്ടർ തെരുവിലെ കുഞ്ഞുങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പനായ ഫിലിപ്പ് രാജാവ് വിളിച്ചിട്ട് 2 ചോദ്യം ചോദിച്ചു. 1, നീ ആരാണ്? 2, നീ ആരാകാനുള്ളവനാ? പൊക്കോളാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ആ മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ചത്, നീ ആരാണ്? 2, നീ ആരാകാനുള്ളവനാ? ദൈവമക്കൾ, ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ ആരാ? സകല ആഭിചാരവും സകല മന്ത്രവാദവും തല വന്ന് കയറാനുള്ളവരല്ല, ഇതിനെ നിലക്ക് നിർത്തേണ്ടവരാ. ഒരു കാര്യം, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാ. പേര് ക്ലീറ്റസ് സാറ്. ഇപ്പോൾ IPCയുടെ ഒരു ശുശ്രൂഷകനാ. പണ്ട് TPM-ലായിരുന്നു. ക്ലീറ്റസ് സാറും ഉണ്ണി എന്ന് പറയുന്ന ഒരു ബ്രദറും കൂടി വൈപ്പിന്ന് വാര്യപുരത്തോട്ട് വണ്ടി കയറി. വാര്യപുരം യോനാച്ചാന്റെ വീട്ടിൽ മീറ്റിംഗ് നടക്കുക. മീറ്റിംഗിന് പുറത്ത് വന്നപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. അകത്തോട്ട് കയറാൻ പറ്റാതെ വാതിൽ അടച്ചിട്ടത് കൊണ്ട് വാതിക്ക് നിൽക്കുമ്പോൾ ഈ മോന്റെ പരുവത്തുള്ള ഒരു പെൺകൊച്ചു വന്നിട്ട് പറഞ്ഞു, വൈപ്പിങ്കര എന്ന് വന്ന ക്ലീറ്റസ് സാറല്ലേ? അതെ. പാസ് അകത്തോട്ട് വരാൻ പറഞ്ഞു. അച്ഛാ ചോദിച്ചു, അതിന് എന്നെ മോക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ല, അകത്തിരിക്കുന്ന പാസ്റ്റപ്പച്ചൻ അറിയാം. ക്ലീറ്റസ് സാർ അകത്തോട്ട് കയറാതെ പെങ്കൊച്ച് രണ്ടാമത് കൂടെ വന്ന ഉണ്ണിയോടുകൂടി അകത്തോട്ട് എല്ലാം പറഞ്ഞെന്ന്.
എന്റെ പൊന്ന അഭിഷിക്തന്മാരെ, അങ്ങനെയൊക്കെ തലമുറയിൽ ഉണ്ടായ അഭിഷിക്തന്മാർ നിന്ന മണ്ണില നമ്മൾ നിൽക്കുന്നേ. പറ, അതിന് ഈ സ്തോത്രം പോരാ, നല്ലൊരു സ്തോത്രം വേണം. ഞാനിങ്ങനെ അടൂര് മീറ്റിങ്ങിന് പോയി. അടൂര് YMC പ്രസംഗം കഴിഞ്ഞപ്പോ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ജോൺ സാറ് എന്നോട് പറഞ്ഞു, ദാസേ എന്റെ വീട്ടിൽ വന്നതിന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് വരാമെന്ന് പറഞ്ഞു. ചെന്നപ്പോ 105 വയസ്സുണ്ട് അപ്പച്ചന്. 105 വയസ്സ്, 6 അടി പൊക്കമുണ്ട്. ഒരു ചാരികസര കിടക്കുക, ചെവി കേൾക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ അപ്പച്ചന് എത്ര വയസ്സുണ്ട്? 105 വയസ്സുണ്ട്. കൈയെല്ലാം വീട്ടിത്തടി പോലെ ഇരിക്കുന്നു. എന്നോട് ജോൺ സാറ് പറഞ്ഞു, പാസ്റ്റർക്ക് പുള്ളി അറിയാമോ? ഞാനില്ല. പാസ് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനോ? ഇല്ല. പാസേ, ആന മതമിളകി വന്നപ്പോ പ്രാർത്ഥിച്ച് മുട്ടുകുത്തിച്ച ഭാഷയെ കുറിച്ചില്ല. ആ പുള്ളിയായി കിടക്കുന്ന പുള്ളി. ഒരു 100 കണക്കിന് സ്റ്റേജിൽ പ്രസംഗിച്ചതാ ഞാൻ ഈ അപ്പച്ചനെ കുറിച്ച്. അപ്പച്ചനെ നേരി കിട്ടി. ഞാൻ പ്രാർത്ഥിക്കാനാ ചെന്നത്. ഞാൻ മുട്ടുകുത്തിയിട്ട് ആ കൈയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റപ്പച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഒരു ചോദ്യം, എങ്ങനെയാ പ്രാർത്ഥിച്ചപ്പോ ആന നിന്നത്? അപ്പച്ചന്റെ മറുപടി, നീ ആരാന്ന് നീ മനസ്സിലാക്കിയാൽ ആനയല്ല പുലി നിൽക്കും. ഒരു സ്വതന്ത്രം പറയുന്നേ, പുലി മനസ്സിലായോ? നീ ആരാന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്ന് നിനക്ക്